ലോകത്തെ വിറപ്പിച്ച മഹാദുരന്തം ഒഴിവായത് വെറും 90 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ. ഇറാന്റെ നാഗരികതയെ തന്നെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കാൻ 1.5 മണിക്കൂർ മാത്രം ശേഷിക്കെയാണ് നാടകീയമായ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ചൈനയുടെയും മറ്റും ശക്തമായ ഇടപെടലുകൾക്കൊടുവിൽ ഇറാൻ 10 സമാധാന പദ്ധതി സമർപ്പിച്ചതോടെ ട്രംപ് സൈനിക നീക്കം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച പകലുമായി ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഖാർക്ക് ദ്വീപിന് നേരെ അമേരിക്കയും ഇസ്രായേലും ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു നാഗരികത മുഴുവൻ ഇന്ന് രാത്രി മരിക്കും എന്ന പ്രകോപനപരമായ സന്ദേശം ട്രംപ് പങ്കുവച്ചത്. US ബോംബർ വിമാനങ്ങൾ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയും ചെയ്തതോടെ ലോകം മറ്റൊരു ആണവ യുദ്ധത്തിന്റെ മുനയിലാണെന്ന് പലരും ഭയപ്പെട്ടു. ട്രംപിന്റെ ഈ ഭീഷണി ക്രൂരമാണെന്ന് പോപ്പ് ലിയോ 14 ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നു. ഒടുവിൽ രാത്രി 11:32 ട്രംപ് തന്റെ തീരുമാനം മാറ്റിയത്. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ചർച്ചകൾക്ക് അനുയോജ്യമാണെന്നും അതിനാൽ 2 ആഴ്ചത്തേക്ക് ആക്രമണം ഒഴിവാക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി ഈ കരാറിന് പച്ചക്കൊടി കാണിച്ചതോടെ സംഘർഷത്തിന് താൽക്കാലിക ശമനമായി. വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കും. എങ്കിലും തങ്ങളുടെ കൈകൾ ഇപ്പോഴും തോക്കിൻ കുഴലിലാണെന്നും നേരിയ പിഴവുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ രക്തച്ചൊരിച്ചിലിന് തൊട്ടടുത്തെത്തിയ ഒരു രാത്രി ഒടുവിൽ നയതന്ത്ര വിജയത്തിൽ അവസാനിച്ച ആശ്വാസത്തിലാണ് ആഗോള സമൂഹം. ചർച്ചകൾക്കൊടുവിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാൻ സമ്മതിച്ചതോടെ 2 ആഴ്ചത്തേക്ക് ബോംബാക്രമണങ്ങൾ നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിടുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 10 സമാധാന പദ്ധതിയും ഇറാൻ US മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. ചൈനയുടെ ഇടപെടലാണ് അമേരിക്കയെയും ഇറാനെയും ചർച്ചാമേശയിൽ എത്തിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് മുന്നോടിയായി ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർക്ക് ദ്വീപിന് നേരെ അമേരിക്കയും ഇസ്രായേലും കനത്ത ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അയഞ്ഞ നിലപാട് ഒരു വലിയ മഹാദുരന്തം ഒഴിവാക്കി. ഇസ്രായേലും ഈ വെടിനിർത്തലിനോട് സഹകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി ഈ സമാധാന കരാറിന് അംഗീകാരം നൽകിയതായാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ 15% ഇടിവുണ്ടായത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമായി. ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിന് ഇതോടെ താൽക്കാലിക വിരാമമാകും. പശ്ചിമേഷ്യയെ തകർക്കുമെന്ന് ഭയപ്പെട്ട യുദ്ധത്തിന് ഒരു നയതന്ത്ര പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ ലോകരാജ്യങ്ങൾ. അടുത്ത 2 ആഴ്ചത്തെ ചർച്ചകൾ മേഖലയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതിനിർണായകമാകും. സമാധാനത്തിനുള്ള ഈ അവസാന അവസരം പാഴാക്കരുതെന്ന് ഐക്യരാഷ്ട്രസഭയും പോപ്പ് ലിയോ 14 ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ആഹ്വാനം ചെയ്തു.